Good morning students. Today we are going to discuss about the topic infrastructure. What do you mean by infrastructure? We know that in order to achieve economic growth and development, a country needs some basic facilities like roads, bridges, then communication facilities, energy facilities, etc. All these basic facilities are included in the term infrastructure. In order to provide these basic facilities, we need some permanent installations like railways, ports, etc. So, in order to achieve economic development, growth, we need some basic facilities. We know that all the economic activities in agriculture, industrial sector and in service sector needs these infrastructure facilities. We can divide the infrastructure into two: economic infrastructure and social infrastructure. Economic infrastructure consists of energy, transport and communication. Social infrastructure includes education, health and housing. മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. അത് റോഡുകളാണ്, റെയിൽവേ ഫെസിലിറ്റീസ്, പോർട്സ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ബാങ്കിങ് ഫെസിലിറ്റീസ് എല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ്. എല്ലാറ്റിനെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ അടിസ്ഥാന സൗകര്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, രണ്ട് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ് എനർജി, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഹൗസിംഗ്. വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യപരിപാലനം, പാർപ്പിടം, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഈ രണ്ട് തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. റെലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. The importance of infrastructure. What are the need or what are the importance of infrastructure in a country? First one, infrastructure facilities attracts investments. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ ജനങ്ങളെ ആകർഷിക്കണം. ഒരു രാജ്യത്ത് വന്ന് മറ്റു രാജ്യങ്ങളിലുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം രാജ്യത്തിലുള്ളവരും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എനർജി വേണം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വേണം, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വേണം. ഇതെല്ലാം ഉള്ള സ്ഥലങ്ങളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ദെൻ ഇറ്റ് ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. ഇൻഫ്രാസ്ട്രക്ചർ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ പീപ്പിൾ. Energy, transport, communication, education, health facilities, all these infrastructure facilities increases the productivity of a person. Then it raises the quality of life of the people. These infrastructure facilities raises the quality of life of the people. നമ്മൾ പഠിച്ചു, നല്ല എഡ്യൂക്കേഷൻ, അതുപോലെ നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ്, അതുപോലെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം കിട്ടുന്ന ജനങ്ങളുടെ ക്വാളിറ്റി, അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും. ഇറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ലോവേഴ്സ് മോർബിഡിറ്റി ആൻഡ് റൈസസ് ദ ലൈഫ് എക്സ്പെക്റ്റൻസി. ഇംപ്രൂവ്മെൻറ്റ് ഇൻ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. The social infrastructure consists of education, health and housing. These facilities raises the quality of life and it reduces the morbidity and increases the life expectancy of the people. ആയുർദൈർഘ്യം കൂട്ടുന്നു, അതുപോലെ മോർബിഡിറ്റി കുറയ്ക്കുന്നു. എന്താണ് മോർബിഡിറ്റി? മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ അസുഖങ്ങളുള്ള ഒരു അവസ്ഥേനെയാണ് മോർബിഡിറ്റി. ആ അവസ്ഥ ഉണ്ടാകില്ല. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ തന്നെ ഉണ്ടെങ്കിൽ അവിടെ ഈ
കണ്ടീഷൻ, മോർബിഡിറ്റി എന്നുള്ള അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയില്ല. സ്റ്റേറ്റ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ in India. India has made progress in railways, roads, airways, ports, etc. But these infrastructure facilities are inefficient for a vast growing population. We need more investment in infrastructure developments. Inadequate infrastructure development for a fast growing economy like India. Poor rural infrastructure facilities. Another important defect of our infrastructure facility is poor rural infrastructure. The condition of infrastructure facilities in rural areas is very poor. The development of infrastructure is occur in urban areas, but in rural areas the improvements in infrastructure facilities is very low. According to the census of 2001, the important infrastructure conditions are only 56% of rural households have electricity. Only 56% of population have electricity in their houses. അവരുടെ വീടുകളിൽ 56% ജനങ്ങൾക്ക് മാത്രമേ ഇലക്ട്രിസിറ്റി സൗകര്യങ്ങൾ ഉള്ളൂ. 43% rural households still use kerosene. മണ്ണെണ്ണ വിളക്കിൻ്റെ സഹായത്തോടെയാണ് 43% ജനങ്ങളും ഇന്ന് ജീവിക്കുന്നത്. 90% of the rural household use biofuels like firewoods, dry dung, etc. for cooking. പാചകത്തിനായിട്ട് പാചകവാതകം ഉപയോഗിക്കുന്നതിന് പകരം അഗ്രികൾച്ചർ വേസ്റ്റ്, ആനിമൽ ഡങ് എക്സെട്ര അതെല്ലാമാണ് ഇപ്പോഴും 90% ജനങ്ങളും ഉപയോഗിക്കുന്നത്. 76% ഓഫ് പോപ്പുലേഷൻ യൂസ് ഓപ്പൺ സോഴ്സസ്. കിണറുകൾ, അതുപോലെ കുളങ്ങൾ, ചെറിയ ചെറിയ അരുവികൾ, ഇതൊക്കെയാണ് ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടി ആശ്രയിക്കുന്നത്. 76% വീടുകളിലേക്കും പൈപ്പ് കണക്ഷൻ, ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. Improved sanitation facilities in rural areas was very poor. The condition of sanitation facilities is very low. Only 20% have such facilities. These are the important conditions of infrastructure in India. Our government spend huge amounts of money for infrastructural development. But this investment is inadequate. The private sector also contributes their part for the development of infrastructure. This is called PPP, that means public private participation. ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തികളുടെയും കോൺട്രിബ്യൂഷൻ ഒരുമിച്ച് വന്നിട്ട് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം കൊച്ചിയിലെ സിയാൽ, കൊച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അത് രണ്ട് കൂട്ടരുടെയും പൊതു അതുപോലെ പ്രൈവറ്റും രണ്ടും കൂടി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ ഉണ്ടാക്കിയ ഒരു എയർപോർട്ടാണ് സിയാൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. In this chapter we discuss mainly about two major infrastructure, that is energy and health. Now we can discuss about the condition of energy. Energy is necessary for achieving economic development. Economic activity requires energy. In all economic activities we use energy. These energy sources are mainly divided into two: commercial energy and non-commercial energy. Commercial energy is used for commercial purpose. The important sources of commercial energy is coal, petroleum, gas and electricity. These all are known as commercial sources of energy. Coal, petroleum products, then gas, electricity is known as commercial sources of energy. Fuel wood, agriculture waste, animal dung, etc. are known as
non-commercial energy sources. These non-commercial energy sources are used for non-commercial purpose, that is for cooking. We can divide this into two types. Again we can divide this into two types, that is renewable energy and non-renewable sources of energy. Commercial energy is known as non-renewable source of energy. Non-commercial energy is known as renewable energy. അപ്പോൾ മെയിനായിട്ട് എനർജിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, കമേഴ്സ്യൽ എനർജി ആൻഡ് നോൺ കമേഴ്സ്യൽ എനർജി. നോൺ കമേഴ്സ്യൽ സോഴ്സസ്, കമേഴ്സ്യൽ സോഴ്സസ് ഓഫ് എനർജിയാണ് ഗ്യാസ്, പെട്രോളിയം പ്രോഡക്ട്സ്, ദെൻ എനർജി, ഇലക്ട്രിസിറ്റി. അതെല്ലാം കമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്നതാണ് കമേഴ്സ്യൽ എനർജി. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് നോൺ കമേഴ്സ്യൽ സോഴ്സസ് ഓഫ് എനർജി. അതാണ് അഗ്രികൾച്ചർ വേസ്റ്റ്, നമ്മൾ തെങ്ങിൻ്റെ പട്ട അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ കത്തിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. അതിനെയാണ് നോൺ കമേഴ്സ്യൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും നമുക്കൊരു ക്ലാസിഫിക്കേഷൻ കൂടി നടത്താം. കമേഴ്സ്യൽ എനർജി സോഴ്സസ് ആർ നോൺ റിന്യൂവബിൾ സോഴ്സസ്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പുനർനിർമ്മിക്കാൻ പറ്റാത്ത സോഴ്സസ് ആണ് കമേഴ്സ്യൽ എനർജി സോഴ്സസ്. നമുക്കറിയാം പെട്രോൾ, ഗ്യാസ് അതൊക്കെ പുനർനിർമ്മിക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ഈ നോൺ കമേഴ്സ്യൽ എനർജി സോഴ്സസ്, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ വേസ്റ്റ്, ആനിമൽ ഡങ് എക്സെട്ര, അതെല്ലാം റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയാണ്. നമ്മൾ മരങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീണ്ടും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം വിറകിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി. അതാണ് റിന്യൂവബിൾ, പുനർനിർമ്മിക്കാൻ പറ്റുന്നതാണ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കമേഴ്സ്യൽ എനർജി ആൻഡ് നോൺ കമേഴ്സ്യൽ എനർജി. ദെൻ വാട്ട് യു മീൻ ബൈ റിന്യൂവബിൾ എനർജി ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, രണ്ടും ചോദിക്കാറുണ്ട്. ദെൻ another classification is conventional sources of energy and non-conventional sources of energy. Conventional sources of energy includes coal, petroleum, electricity, etc. are known as conventional sources of energy. പരമ്പരാഗതമായി നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന എനർജി സോഴ്സസ് ആണ് കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. Non-conventional sources of energy are known as the tidal energy, wind energy, etc. are known as non-conventional sources of energy. പുതിയ സോഴ്സ്, പുതിയത് കണ്ടുപിടിക്കുന്നതാണ് സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി. നമുക്കറിയാം തിരമാലയിൽ നിന്നും അതുപോലെ കാറ്റിൽ നിന്നും സൗരോർജ്ജത്തിൽ നിന്നൊക്കെ നമുക്ക് എനർജി ഉണ്ടാക്കാൻ സാധിക്കുന്നു. അത് പുതിയതായിട്ടുള്ള എനർജി സോഴ്സസ്, ഓരോ ദിവസവും എനർജി സോഴ്സസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതാണ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. അപ്പോൾ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി, or give some examples for conventional sources of energy, that is coal, petroleum, electricity, gas, etc. are known as conventional sources of energy. Wind energy, solar power, tidal energy, etc. are known as non-conventional sources of energy. The consumption pattern of energy in India is commercial energy sources accounts for 74%. Commercial energy consists of 74% of total energy sources. Then non-commercial energy sources consist of 24%. മൊത്തം എനർജി കൺസംഷനിൽ 74% കമേഴ്സ്യൽ എനർജി സോഴ്സസ് ആണ്. അതായത് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, പെട്രോളിയം അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നോൺ കമേഴ്സ്യൽ എനർജി സോഴ്സസ് വെറും 26% മാത്രമേ ഉള്ളൂ. ഈ കമേഴ്സ്യൽ എനർജി സോഴ്സസിൽ തന്നെ കോൾ അക്കൗണ്ട്സ് ഫോർ 54%. 54% കോൾ, കൽക്കരിയാണ് ഉപയോഗിക്കുന്നത്. ദെൻ പെട്രോളിയം പ്രോഡക്ട്സ് 33%, നാച്ചുറൽ ഗ്യാസ് 10% ആൻഡ് ഹൈഡ്രോ എനർജി 3%. The main source of energy is electricity. The electricity is an integral part of our life today. Important sources of electricity are hydro,
thermal and nuclear plants. Hydro, thermal and nuclear plants. Electricity is generated by utilities like electricity boards, corporations or companies in the private sector. രണ്ട് സ്ഥലങ്ങളിലാണ്, രണ്ട് സെക്ഷനായിട്ടാണ് ഇലക്ട്രിസിറ്റി ജനറേഷൻ നടക്കുന്നത്. ഈ ഇലക്ട്രിസിറ്റി മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് ഹൈഡ്രോ, തെർമൽ ആൻഡ് ന്യൂക്ലിയർ പ്ലാന്റ്സിൽ നിന്നാണ്. ഇവിടെ രണ്ട് പബ്ലിക് സെക്ടറിലും അതുപോലെ പ്രൈവറ്റ് സെക്ടറിലും ഇലക്ട്രിസിറ്റി നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിനെ പറയുന്നതാണ് യൂട്ടിലിറ്റീസ്. Many companies have their own captive power generation plants called non-utilities. Power generation in India. The sources of power generation in India are the following. First source is thermal power 70%, hydro and wind power 16%, nuclear 2% and others 12%. Thermal power is the largest source of power in India. About 70% of the electric energy is generated at thermal plants. Coal, petroleum and natural gas are essential for thermal electricity generation. തെർമൽ ഇലക്ട്രിസിറ്റിയാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തെർമൽ പവർ ജനറേഷന് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്? കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഹൈഡ്രോ, വിൻഡ് ആൻഡ് ന്യൂക്ലിയർ പവർ ക്രിയേറ്റ്സ് ലെസ് പൊല്യൂഷൻ ബട്ട് their contribution is only 30%. In India, National Thermal Power Corporation, which is established in the year 1975, is the main source of thermal power. Rajiv Gandhi Power Station in Kayangulam is an important institution under National Thermal Power Corporation. നമുക്കറിയാം കായംകുളം താപനിലയ പദ്ധതി, താപനിലയം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഈ NTPCയുടെ ഒരു പ്രോജക്റ്റാണ്. നെക്സ്റ്റ് we can discuss about the important challenges facing our energy sector. Our power generation is not sufficient to meet our need. Our installed capacity is very low. Our installed capacity is very low. Then state electricity boards are working at a loss. Distribution and transmission loss is again very high in India. There are frequent power cuts. Then thermal power plants face the problem of shortage of uranium. Thermal power plants face the problem of shortage of coal, and nuclear power stations face the problem of uranium, which is used by nuclear plants. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇന്ത്യയിലെ പവർ സെക്ടർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഡ്രോബാക്ക് ഈസ് അവർ പവർ ജനറേഷൻ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു മെറ്റ് അവർ നീഡ്സ്. ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഇവിടെ ആവശ്യത്തിന് പവർ ജനറേഷൻ നടക്കുന്നില്ല. പല ഇലക്ട്രിസിറ്റി ബോർഡുകളും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടുകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസ്, അതും വല്ലാത്ത ഒരു ഡിഫക്റ്റാണ്. അതുപോലെ റോ മെറ്റീരിയൽസ്, തെർമൽ പവർ സ്റ്റേഷൻ പ്രവർത്തിക്കാൻ ആവശ്യമുള്ള കോൾ, കൽക്കരി നമുക്ക് കിട്ടാനില്ല. അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് പ്രവർത്തിക്കാനുള്ള യുറേനിയത്തിൻ്റെ ഷോർട്ടേജ്, ഇത് രണ്ടും ഇലക്ട്രിസിറ്റി സെക്ഷനിൽ അനുഭവിക്കുന്ന ഡിഫക്ട്സ് ആണ്. നോട്ട് ടു അച്ചീവ് self-sustained growth, we have to improve our power sector. How we can improve the condition of power sector in India? First is increased public investment. Increased investment is needed in power sector. Then encouraging PPP. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു പദ്ധതി, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എൻകറേജിങ് ദ യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. റിന്യൂവബിൾ, പുനർനിർമ്മിക്കാൻ സാധിക്കുന്ന എനർജി സോഴ്സസ്, അതുപോലെ തന്നെ
നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടതാണ്. പ്രൊമോട്ടിംഗ് എനർജി കൺസർവേഷൻ ത്രൂ യൂസിങ് CFL ആൻഡ് LED ലാംപ്സ്. ന്യൂക്ലിയർ എനർജി ജനറേഷൻ ത്രൂ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ. നമുക്കറിയാം യുറേനിയം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് ഇറക്കുമതി ചെയ്ത് ന്യൂക്ലിയർ പവർ ജനറേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. Reduction of distribution and transmission loss is another important thing which we need to promote energy sector. Effective measure to check power theft. നമുക്കറിയാം പലയിടത്തും ഇലക്ട്രിസിറ്റി കളവ് പോകുന്ന അവസ്ഥ, അത് അവസാനിപ്പിക്കണം. Creating awareness among the people about the importance of energy. ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്ക് കൊടുക്കുക, അതൊരു വലിയ കാര്യമാണ്. ഒന്നും നശിപ്പിക്കാതെ, ഒന്നും വേസ്റ്റ് ആക്കാതെ എനർജി നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കണം. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എനർജി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ അച്ചീവിങ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. Infrastructure is divided into two: social infrastructure and economic infrastructure. The important source of economic infrastructure is energy. So dear students, please study these topics very well. Thank you.